ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ലെറ്റ് നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ലെറ്റ് നോട്ടിഫിക്കേഷൻസ്, അതായത് ലാറ്ററൽ എൻട്രൻസ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം. സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് തന്നെയാണ്. നമുക്ക് ലെറ്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. ലെറ്റ് നോട്ടിഫിക്കേഷൻസ് അതിന്റെ നിങ്ങൾക്ക് സൈഡിലൈറ്റ് സ്ക്രീനിൽ കാണാൻ പറ്റും. LBS സെന്റേഴ്സിന്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ സിലബസുമായിട്ട് സിലബസ് ചേഞ്ച് ആവുന്ന കുറെ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിലബസിൽ യാതൊരു ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടില്ല. ലാസ്റ്റ് ഇയർ സിലബസ് എന്താണോ അതേ സിലബസ് തന്നെയാണ് നമുക്ക് എന്തിൽ വന്നിട്ടുള്ളത്, ഈ ഇയറും എക്സാമിനേഷന് വന്നിട്ടുള്ളത്. സോ ലെറ്റ് എന്തൊക്കെയാണ്, എങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസുകളുണ്ട്. സോ തെറ്റുകൾ കൂടാതെ നിങ്ങളുടെ അപേക്ഷാ ഫോറം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഫില്ല് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനത്തെ ഡീറ്റെയിൽസ് യാതൊരു തെറ്റോ കാര്യങ്ങളോ ഇല്ലാതെ വേണം നിങ്ങളത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന്റെ ഡിസ്പ്ലേ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു എന്താണ് ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ 10 മുതൽ മെയ് 20 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് പറയുന്നത് എത്രയാണ്, 1100 രൂപയാണ് കേട്ടോ. 1100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. അത് നിങ്ങൾക്ക് ചലാൻ എടുത്തിട്ടും അടയ്ക്കാം, അതേപോലെ എന്തും അടയ്ക്കാം, ഒക്കെ ഓൺലൈനായിട്ടും പേയ്മെന്റ് നടത്താവുന്നതാണ്. സോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഒരു ഒഫീഷ്യലി, അതായത് LBSന്റെ ഒഫീഷ്യൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ, എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കിയേ മക്കളെ, ഫസ്റ്റ് നമുക്ക് ആ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷന് തൊട്ട് താഴെ തന്നെ നമുക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇന്റർഫേസ് LBSന്റെ ആപ്ലിക്കേഷൻ ലിങ്കിലേക്കായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് എന്ത് ചെയ്താൽ നിങ്ങളുടെ മെയിൽ ഐഡിയും പാസ്വേഡും അടിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിൽ കാണുന്ന ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. ആ ഇന്റർഫേസിൽ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ്, സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യാം. കാൻഡിഡേറ്റ് നെയിം കൊടുക്കുക, ഫുൾ നെയിം കൊടുക്കുക, നിങ്ങൾ ID പ്രൂഫിലുള്ള പേര് കൃത്യമായിട്ടുള്ള ഇനീഷ്യൽ അടക്കമുള്ള പേര് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ID കൊടുക്കണം. പിന്നെ മൊബൈൽ നമ്പർ. പിന്നെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡ് മറന്നു പോകരുത്, സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് കൊടുക്കാം, രജിസ്റ്റർ കൊടുക്കാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു രജിസ്ട്രേഷൻ സക്സസ്ഫുൾ, അതുപോലെ നിങ്ങളുടെ മെയിൽ IDയിലേക്കും അതേപോലെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, അപ്പൊ നിങ്ങൾ അടിച്ചിട്ട് മൊബൈൽ നമ്പറിലേക്കും ഒരു മെസ്സേജസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ രണ്ടാമത് എന്ത് ചെയ്യാം, താങ്ക് യു ഫോർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ഇതേപോലത്തെ ഒരു മെസ്സേജ് വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലോഗിൻ കൊടുക്കാം. ലോഗിൻ കൊടുത്താൽ രണ്ടാമത് നമ്മൾ എന്തെങ്കിലും ലോഗിൻ ഇന്റർഫേസിലേക്ക് പോകും. അവിടെ മെയിൽ IDയും പാസ്വേഡും അടിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ അടുത്ത സെക്ഷൻസ് വരുന്ന വെച്ചാൽ നമുക്ക് അടുത്ത ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BTech ആപ്ലിക്കേഷൻ ഫോം, ലാറ്ററൽ എൻട്രൻസ് എക്സാംസിന്റെ 2025 ഇതേപോലത്തെ ഡിസ്പ്ലേ ആയിട്ടുള്ള ബോർഡ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും. ഫസ്റ്റ് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി രജിസ്ട്രേഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാകും. പേര് ഫില്ല് ചെയ്തിട്ടുണ്ടാകും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടാകും, മെയിൽ ID ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. അതുപോലെ മൊബൈൽ നമ്പർ ഉണ്ടാവും, ലാൻഡ് ലൈൻ നമ്പർ വേണമെങ്കിൽ അതുകൂടി കൊടുക്കുക. പിന്നെ ജെൻഡർ നിങ്ങൾ ഫില്ല് ചെയ്യാം, മെയിലോ ഫീമെയിൽസ് കൊടുക്കുക. അതേപോലെ നാഷണാലിറ്റി, ഇന്ത്യൻ നാഷണാലിറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പിന്നെ നേറ്റിവിറ്റി കൊടുക്കും, കേരളായിട്ടാണോ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് ആണോ കാര്യങ്ങളൊക്കെ കൊടുക്കും. റിലീജിയൻ കൊടുക്കണം, കമ്മ്യൂണിറ്റി കൊടുക്കണം. അതേപോലെ കമ്മ്യൂണിറ്റിയും അതേപോലെ നമ്മുടെ കാറ്റഗറി, ഏതാണ് കാറ്റഗറി. കമ്മ്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത് ഏതാണ് നിങ്ങളുടെ കാസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി OBC ഉണ്ടാവും, OEC ഉണ്ടാവും, SCBC, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതാണോ കാറ്റഗറി, OBC ആണെങ്കിൽ നോൺ ക്രീമി ലെയർ ആണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ OBC ആണോ, OEC ആണോ, SC ST ആണോ, ഏതാണോ, ജനറൽ ആണോ, ഏത് കാറ്റഗറി ആണോ നിങ്ങൾ വരുന്നത് ആ കാറ്റഗറി അവിടെ ഫില്ല് ചെയ്യാം. ഇനി റിസർവേഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് ഏതാണോ ആ കാസ്റ്റ് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യാം. പിന്നെന്താണ് കൊടുക്കുന്നത്, പിന്നെ വേറെ രണ്ട് കേസുകൾ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ഒന്നെന്താണ് ഈവനിങ് ബാച്ച് ആയിട്ട്, അത് വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ട് അവിടെ നിങ്ങൾക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാം, സീക്കിംഗ് അഡ്മിഷൻ ഫോർ ദ BTech പ്രോഗ്രാം ഫോർ വർക്കിംഗ് പ്രൊഫഷൻ. അത് ഈവനിങ് ക്ലാസ്സിലായിരിക്കും, പാർട്ട് ടൈം ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നത്. അവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർ അങ്ങനെ അപ്ലൈ ചെയ്യാം. പക്ഷെ എല്ലാ കോളേജുകളിലും ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ വരുന്നത് വെച്ചാൽ കമ്മ്യൂണൽ റിസർവേഷൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. SC ആണോ SC ആണോ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ കാറ്റഗറി അതാണെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ ആണോ,
അതേപോലെ OEC കാൻഡിഡേറ്റ്സ് ആണോ, അതേപോലെ OEC എന്താണ് ഫീ കൺസെഷൻ എലിജിബിൾ ആണെങ്കിൽ അത് കൊടുക്കാം. ഫീ കൺസെഷൻ നിങ്ങൾക്ക് അറിയാം, ഫീ കൺസെഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ഫീസ് അടയ്ക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് മന്ത്ലി ഒരു പേയ്മെന്റ് ഇങ്ങോട്ടേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണോ കൊടുക്കുക. പിന്നെ എന്താണ് ഇന്റർകാസ്റ്റ് പാരന്റ്സ് ആണോ നോക്കുക, ചൈൽഡിന്റെ പാരന്റ്സ് ഇന്റർകാസ്റ്റ് മാരീഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. പിന്നെ എന്താണ് ഡിഫറൻഷ്യലി ഏബിൾഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ എന്താണ് അതായത് ചൈൽഡ് ഈസ് ഫിഷർമാൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. അതുപോലെ ഫിഷർമാൻ ഫീ കൺസെഷൻ, അവർക്ക് ഒരു ഫീ കൺസെഷൻ ഉണ്ട്, അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. EWS കാറ്റഗറി ആണോ, അങ്ങനത്തെ നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സ് സർവീസ് ആണോ, അതേപോലെ എന്താണ് ഡിഫൻസിലോ മിലിറ്ററിയിലോ സെർവ് ചെയ്തിട്ടുള്ള പാരന്റ്സ് ആണോ എന്നും കൂടി നിങ്ങളവിടെ കൃത്യമായിട്ട് കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫാണ്. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. മിനിമം സൈസ് എന്ന് പറയുന്നത് 100 KB താഴെ ആയിരിക്കണം. അതിന്റെ പിക്സൽ സൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 150 ക്രോസ് എത്രയാണ്, 200 ആണ്. 150 വിഡ്ത്തും 200 ഹൈറ്റും ഉള്ള ഒരു പിക്സൽ സൈസ് ഫോട്ടോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് 100 KB താഴെ ആയിരിക്കണം. അതും സൈസ് എന്ന് പറഞ്ഞാൽ 150x100 ആണ് നിങ്ങളുടെ സിഗ്നേച്ചർ സൈസ് പറയുന്നത്. അത് രണ്ടും അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുക. സേവ് ആൻഡ് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ പാരന്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടോ. പാരന്റ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണം. പാരന്റ്സിന്റെ നെയിം കൊടുക്കുക, ഓക്യുപ്പേഷൻ കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ ആനുവൽ ഇൻകം കൃത്യമായിട്ട് കൊടുക്കണം. ആനുവൽ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീ കൺസെഷൻ കിട്ടുമോ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. സോ ആനുവൽ ഇൻകം നിങ്ങൾ പാരന്റ്സുമായിട്ട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് എഴുതുക. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് ആണ്, അഡ്രസ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, അഡ്രസ്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുക്കണം. ഹൗസ് നെയിം അല്ലെങ്കിൽ ഹൗസ് നമ്പർ കൊടുക്കുക, സ്ട്രീറ്റ് കൊടുക്കുക, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, അതുപോലെ സ്റ്റേറ്റ്, പിൻകോഡ് കൃത്യമായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സേവ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന റീജിയൻസിലേക്കാണ് നമുക്ക് അടുത്തതിലേക്ക് പോകുന്നത്. അടുത്ത സെക്ഷൻസ് പറയുന്നത് എന്താണ്, ഡീറ്റെയിൽ ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏതാണെന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഡിപ്ലോമ എന്തായിരിക്കും, ചിലപ്പോൾ 2 ഇയർ ലാറ്ററൽ എൻട്രീസ് ഉണ്ടാവും, അതേപോലെ 3 ഇയർ ഡിപ്ലോമ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും BSc-കാരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പാസ് ആയിട്ടുള്ള എക്സാംസ് ഏതാണ്, മിക്കവാറും എല്ലാവരും 3 ഇയർ ഡിപ്ലോമ ആയിരിക്കും വരുന്നത്. ആ ഓപ്ഷൻ കൃത്യമായിട്ട് അവിടെ സെലക്ട് ചെയ്യാം. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പാസ് ആയിട്ടുണ്ടോ, എപ്പിയർഡ് ആണോ. ചിലപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരിക്കും. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ എപ്പിയറിംഗ് എന്ന് കൊടുക്കാം. പാസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവിടെ പാസ്ഡ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇയർ ഓഫ് എപ്പിയറിംഗ് അല്ലെങ്കിൽ ഇയർ ഓഫ് പാസ് ആയിട്ടുള്ളതാണെങ്കിൽ 2024 ആണെങ്കിൽ അത് കൊടുക്കാം. 2020 എപ്പിയറിംഗ് ആണെങ്കിൽ 2025 കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിന്റെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ കൃത്യമായിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് വരുന്നത്, മാക്സിമം അത് പാസ്സായിട്ടുള്ള കുട്ടികളാണ് കൊടുക്കുന്നത്. മാക്സിമം പോയിന്റ്സ് അല്ലെങ്കിൽ ഗ്രേഡ് പോയിന്റുകളും കാര്യങ്ങളും കൊടുക്കാം. അതേപോലെ ഒബ്റ്റെയിൻഡ് മാർക്കും കൊടുക്കാം. ഓക്കെ, മാക്സിമം അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതാണ് എക്സാമിനേഷൻ സെന്റർ. നിങ്ങൾ എവിടെയാണോ, നിങ്ങളുടെ ജില്ല ഏതാണോ അതിൻ്റെ ആയിട്ടുള്ള എക്സാമിനേഷൻ സെന്റേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. ഓക്കെ, സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതിലേക്ക് പോകുന്നതാണ് നിങ്ങളുടെ പേയ്മെന്റ് പ്രൊഫൈലിലേക്കാണ്. പേയ്മെന്റ് നിങ്ങൾക്ക് 2 രീതിയിൽ അടയ്ക്കാം. ഫെഡറൽ ബാങ്കിന്റെ ഒരു ചലാൻ എടുത്തിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് കൊടുക്കാം. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ചലാൻ നമ്പർ കൊടുത്തിട്ട് രണ്ടാമത് എൻ്റർ ഒക്കെ ചെയ്യണം. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതാണ്, നമുക്ക് അപ്ലോഡ് ചെയ്യാം. ആ പേയ്മെന്റ് മോഡ് ഏതാണെന്ന് കൂടി നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ മെൻഷൻ ചെയ്യാം. പേയ്മെന്റ് മോഡ് നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എന്താണ് സർട്ടിഫിക്കറ്റ് ടു ബി അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് ഏതൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നതാണ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാം. അതിന്റെ സൈസ് എന്ന് പറയുന്നത് PDF ആയിരിക്കണം. ഫോർമാറ്റ് എന്ന് പറയുന്നത് സൈസ് എന്ന് പറയുന്നത് 1 MB താഴെ ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്താണ് ID പ്രൂഫാണ്. പ്രൂഫ് ഓഫ് ദ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പാസ്പോർട്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണ് സെക്കൻഡറി അല്ലെങ്കിൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് SSLCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതിന്റെ സൈസും 1 MB താഴെ ആയിരിക്കണം, PDF ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ബെറ്റർ ഏത് കമ്മ്യൂണിറ്റിയിലാണോ നിങ്ങൾ വരുന്നത്, SC ST ആകാം, അതേപോലെ OEC ആകാം, SC BC ആകാം, അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറി അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആകാം. ഏത് കമ്മ്യൂണിറ്റി ആണോ വരുന്നത് ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്തിരിക്കണം. അത് നിങ്ങൾ തഹസിൽദാർ എടുത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ അക്ഷയ സെന്റർ വഴി എഡ്യൂക്കേഷണൽ പേർപ്പസിനാണെന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അധികം ലേറ്റ് ആവരുത്.
ഓക്കെ, പിന്നെ വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഏതാന്ന് നോക്കിയാൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് എലിജിബിൾ ആയിട്ടുള്ളവർ അതുകൂടി അപ്ലോഡ് ചെയ്യാം, നോൺ ക്രീമി ലെയർ ആണോ അല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നോൺ ക്രീമി ലെയർ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, ക്വാളിഫയിങ് എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് അല്ലെ. ഇപ്പോൾ അപ്പിയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം, ക്വാളിഫയിങ് എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പാസ് ഔട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഫൈനൽ ഇയർ അല്ലെങ്കിൽ നിങ്ങൾ പാസ് ഔട്ട് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യണം, നിങ്ങൾ എഡ്യൂക്കേഷൻ ഫീ കൺസെഷന് എലിജിബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, പാരന്റ്സിന്റെ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പ്രിന്റ് ഔട്ട് ഫോംസ് സേവ് ആൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ താഴെ ഒരു ഡിക്ലറേഷൻ വരും. ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പേയ്മെന്റ് ഒക്കെ നിങ്ങൾ മുകളിൽ കൊടുക്കൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാം. ഇത് കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് കോപ്പി എടുത്ത് അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ എങ്ങനെ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ് കോപ്പി സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കുക. ഇത്തരം കാര്യങ്ങളാണ് ലെറ്റ് എക്സാംസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഞാനൊരു ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ടു ബി അപ്ലോഡഡ് പറഞ്ഞിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷന് മുതിരുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ, വീണ്ടും പോയി സർട്ടിഫിക്കറ്റ് എടുക്കണം, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വേണ്ട. ഈ ഒരു വരുന്ന വിഷു ഒക്കെയാണ്, വിഷുവിനൊക്കെ എന്തായാലും ലീവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യാം, ഇത്രയും സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ ഒക്കെ നോക്കാം. എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 120 ക്വസ്റ്റ്യൻസ് 2 മണിക്കൂറാണ് എക്സാംസ് വരുന്നത്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്നാണ്. പ്രീവിയസ് ഇയർ സിലബസ് എന്താണോ അതേ സിലബസ് തന്നെയാണ് ഈ വർഷവും വന്നിട്ടുള്ളത്. സിലബസിൽ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. പിന്നെന്താണ് എല്ലാ ബ്രാഞ്ചുകാർക്കും ഒരേ എക്സാംസ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പുതിയൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ക്രാഷ് ബാച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വരുന്ന ദിവസങ്ങളിൽ ഏകദേശം ഒരു ജൂണിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ജൂണിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു ടൈം പീരീഡ് മാക്സിമം പോയാൽ 1.5 മാസമൊക്കെ ഉണ്ടാവും. ആ ഒരു ടൈം പീരീഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് നമ്മളെ എക്സാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു കോച്ചിങ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് റെഗുലർ ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. എല്ലാ ദിവസങ്ങളിലും ക്ലാസ്സുകൾ ഉണ്ടാകും. ഈവനിങ് ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എക്സാം സീരീസ് ഉണ്ടാകും. ഇതേപോലെ തന്നെ 2 രീതിയിലാണ് നമുക്ക് എക്സാം ഫോർമാറ്റുകൾ വരുന്നത്. ഒന്ന് ലൈവ് ക്ലാസ്സുകളും ഉണ്ട്, ഒന്ന് റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ട്. അതേപോലെ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്, പിന്നെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ 3 സെന്റേഴ്സ് ആണ് വരുന്നത്. കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട് റീജിയൻസ് നമുക്ക് ഇതിന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ലൈവ് ആയിട്ട് ഈവനിങ്ങിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. ഈവനിങ് ഒരു 7 മുതൽ 9 മണി വരെ ഒരു ടൈം ഗ്യാപ്പിലായിരിക്കും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ വരുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം ഏതാണോ, നിങ്ങൾക്ക് ഏതാണോ പ്രിഫറബിൾ ആയിട്ടുള്ളത് അത് നടക്കാം. ഇതിന്റെ A to Z ബുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതിന്റെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് PDF മെറ്റീരിയൽസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് PDF മെറ്റീരിയൽസ് വേണ്ട, ഓഫ്ലൈൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സാധാരണ ബുക്ക്ലെറ്റ് പോലത്തെ മെറ്റീരിയൽസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് ആ ഒരു സർവീസ് കൂടി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ആണ്. സോ സിലബസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് സിലബസ് ആണ്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് മാത്സ് വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, പിന്നെ നമ്മുടെ ഇംഗ്ലീഷും. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസും, അതേപോലെ എഞ്ചിനീയറിംഗ് മാത്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസും, ബാക്കി എല്ലാ ടോപ്പിക്സിൽ നിന്നും നിങ്ങൾക്ക് എത്രയാണ് 15 ക്വസ്റ്റ്യൻസും ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സ് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, അതേപോലെ ലൈവ് ക്ലാസ്സുകൾ, അതേപോലെ എക്സാംസ്, റെഗുലർ ആയിട്ടുള്ള എക്സാംസും കാര്യങ്ങളും, അതേപോലെ PDF മെറ്റീരിയൽസും, അതേപോലെ പ്രിന്റഡ് മെറ്റീരിയൽസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കോഴ്സ് നമ്മൾ ഉടനെ തന്നെ ഈ ഒരു വിഷു കഴിഞ്ഞ് 22-ാം തീയതി നമുക്ക് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ബാച്ചിലേക്ക് അഡ്മിഷൻസ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും താഴെ കാണുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സക്സസ് റേറ്റ് എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നമുക്ക് കുറേ കാലം 2004 മുതൽ നമ്മുടെ ഈ ഒരു സെക്ഷൻസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കോച്ചിങ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് എന്താണ് എല്ലാ ഇയറിലും മാക്സിമം കുട്ടികൾ നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ അല്ലേ, ഏകദേശം 12ഓളം എഞ്ചിനീയറിംഗ് കോളേജസിലാണ്. എവിടെ പോയാലും നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ് ഉണ്ടാകാറ്. സോ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് പ്രീവിയസ് ഇയർ ഡേറ്റാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് കോച്ചിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.